ഹായ്, ഹലോ. ആഹ്, ഈ മാരേജുകളുടെ ഒരു എക്സിസ്റ്റൻസ് തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയുള്ള പാഠങ്ങൾ എന്താണെന്നുള്ളത് ചിലപ്പോൾ അടുത്തൊരു ജനറേഷനോ ഇപ്പോൾ മാരേജിലിരിക്കുന്നവർക്ക് തെറ്റിദ്ധരുത്താനോ ഒക്കെയുള്ളൊരു അവസരമായിട്ട് ചിലപ്പോൾ അത് മാറാം. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യം, രണ്ടുപേരുടെ ഇൻഡിപെൻഡൻസും സ്വാതന്ത്ര്യവും ഹനിക്കാണ്ട് എങ്ങനെ മാരേജിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതല്ലാണ്ട് ഇനി മാരേജുകൾക്കൊന്നും എക്സിസ്റ്റൻസ് ഇല്ല, അത്രയും കോമ്പറ്റേറ്റീവ് ആണ് വേൾഡ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഉണ്ടായിരുന്നവരാണ്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവങ്ങളായിട്ട് ഞാൻ പറയുകയല്ല. അപ്പോൾ രണ്ട് തരത്തിലാണ് മാരേജ് എക്സിസ്റ്റ് ചെയ്യാൻ ഇനി ചാൻസ് ഉള്ളത്. കാരണം ഇത് എവിടെയാണ്, എന്താണ് തെറ്റ് എന്ന് പോലും മാരേജിൽ നമുക്ക് മനസ്സിലാവില്ല. എവിടെയാണ് കറക്ഷൻ വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു മാരേജ് കമ്മിറ്റ്മെൻ്റ് ആകുമ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തുടക്കം തൊട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇല്ലാണ്ടാവുമ്പോഴാണ് വേറൊരാൾ ചിന്തിക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ അവരെന്താണ് നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നതെന്നോ നമുക്ക് മനസ്സിലാവാണ്ട് വരിക. പലരും അതിനെ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്താലാന്നൊക്കെ പറയുമെങ്കിലും ഒരു മാരേജിന് റെഡിയാകുന്നവർ രണ്ടുപേരും തമ്മിൽ മിനിമം കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യാനെങ്കിലും റെഡിയാകുന്നവർ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തരത്തിൽ ജീവിച്ചാലും അത് വേറൊരാളുടെ ലൈഫിനെ ബാധിക്കില്ല. പക്ഷെ മാരേജിൽ ഒരു പാർട്ട്ണർ ഒരു ചെറിയൊരു സംസാരമോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലോ സമാധാനമായിട്ടൊന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്യാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെയൊന്നും പറയരുത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എൻ്റെ പ്രതീക്ഷകൾ ഇങ്ങനെയാണ്, ഒരു പെൺസങ്കല്പം എൻ്റെ എങ്ങനെയാണ്, ആൺസങ്കല്പം എൻ്റെ എങ്ങനെയാണ്, ഭർത്താവ് എന്നുള്ളത് ഇങ്ങനെയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, ഭാര്യ എന്നുള്ളത് എങ്ങനെയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഷെയർ ചെയ്യാൻ പറ്റണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ എന്നെ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു സ്പേസെങ്കിലും മാരേജിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതിന് റെഡിയാവാൻ സമയമില്ലാത്തവരും ആരും കല്യാണത്തിന് നിൽക്കരുത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കോടതികളിൽ പോയാൽ നമുക്കറിയാം വളരെയധികം കേസുകൾ ഒരു കാരണവും ഇല്ലാണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡ്, അതായത് ഭാര്യയും ഭർത്താവും അവരുടെ നാച്ചുറൽ ഫങ്ഷൻസ്, അതായത് പണ്ട് തൊട്ടുള്ള കൺവെൻഷണൽ, അതായത് ഭർത്താവ് പുറത്തു പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് വീട്ടിൽ വന്ന് പിള്ളേരെയും മക്കളെയും നോക്കുന്നു, ഭാര്യ ഭർത്താവിനെ പരിചരിച്ച് പിള്ളേരെയും മക്കളെയും നോക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് വീട്ടിലെ ഫാമിലി ലൈഫും ആയിട്ട് രണ്ടുപേരുടെ പാർട്ടുകൾ ചെയ്ത് മുമ്പിലേക്ക് പോവുക എന്നുള്ളത് ഒരു ട്രഡീഷണൽ ടൈപ്പ്. അതായത് ഹസ്ബൻഡ് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കി പിള്ളേരെയും മക്കളെയും നോക്കുന്നൊരു കൺസെപ്റ്റ്, ഭാര്യ ഭർത്താവിനെയും പിള്ളേരെയും ശുശ്രൂഷിച്ചും സഹകരിച്ചും അവരെ വളർത്തി വലുതായിരിക്കും ഫാമിലി നോക്കുന്നൊരു കൺസെപ്റ്റ്. അതിൽ ഭാര്യ ഏണിങ് ആവരുത്. അതാണൊരു ട്രഡീഷണൽ പഴയുള്ള കൺവെൻഷണൽ മെത്തേഡ്. അത് നാച്ചുറൽ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞ പോലത്തെ അത് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ ആർക്കും അത് വേൾഡ് വളരെ കോമ്പറ്റേറ്റീവാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കഴിയും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും പല കേസുകളും മാരേജ് എന്നുള്ളതൊരു മിനിമം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒന്നാമത്തെ കാര്യം, മാരേജിൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു ഫൈനാൻഷ്യൽ മിക്സ് വരാൻ പാടില്ല. അതായത് മാരേജ് എന്നുള്ളൊരു സംഭവത്തിൽ ഡവറിയോ സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ ക്യാഷോ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടികൾ നിർത്തണം. അതായത് ഇപ്പോൾ മാരേജിൻ്റെ സമയത്ത് നമ്മുടെ ഡൗറി കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് സ്വർണം കൊടുക്കുക, ഗോൾഡ് കൊടുക്കുക, ക്യാഷ് കൊടുക്കുക, സ്ത്രീധനം, ഇതൊക്കെ നിർത്തണം. അതുപോലെ തന്നെ മാരേജിന് ശേഷം ഭാര്യയ്ക്ക് മാല മേടിച്ചു കൊടുക്കുക, സ്വർണം മേടിച്ചു കൊടുക്കുക, ഈ വക സെറ്റപ്പുകളൊക്കെ നിർത്തണം. ഞാൻ ഈ പറയുന്ന കൺസെപ്റ്റ് രണ്ടുപേരും ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്ത് സ്റ്റേബിളായിട്ട് ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഉള്ളവരുടെ മാരേജാണ് ഞാൻ പറയുന്നത്. കാരണം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കല്യാണം കഴിക്കരുത്. അത് നിൽക്കത്തില്ല. പിന്നെ
എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അത് നിൽക്കണില്ല. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ദ സെൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള വക എങ്കിലും ഉള്ളവർ മാത്രമേ പെൺകുട്ടികളായാലും കല്യാണം കഴിക്കാവൂ. അതായത് എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴും അവരവരുടെ എഫേർട്ടുകൾ അവരാർ എടുത്തിട്ടായിരിക്കണം അത് പറയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തിങ് അതാണ്, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ചെറിയ ജോലിയെങ്കിലും ഉള്ളവരായിരിക്കണം ഭാര്യയും ഭർത്താവും. അത് കഴിഞ്ഞിട്ട് മാരേജിലേക്ക് കടക്കാവും. അപ്പോൾ ഇനി നന്നായിട്ട് ഇപ്പോൾ രണ്ടുപേരും IT ഫീൽഡിലാണ്, രണ്ടുപേർക്കും നല്ല ശമ്പളമുണ്ട്, ഓക്കെ, രണ്ടുപേർക്കും എന്താ പറയുന്നത് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കൺസെപ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഡൗറി കൺസെപ്റ്റോ ഓർണമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കലോ ഇതൊന്നും ആവശ്യമില്ല. ഭാര്യയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഭാര്യ മേടിക്കാം, ഓക്കെ, ഭർത്താവിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഭർത്താവ് മേടിക്കാം. ഇതൊന്നും റിലേഷൻഷിപ്പിനെയും മാരേജിനെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മണി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൽ അതായത് ഇൻഡിപെൻഡൻസ്, ഞാൻ എന്തിനാണ് അവന് വേണ്ടി ജീവിക്കുന്നത്, അവളെന്തിനാണ് എനിക്ക് വേണ്ടി ജീവിക്കുന്നത് എന്നുള്ള ഈ ഒരു താരതമ്യവും കമ്പാരിസൺസും എനിക്കെന്താ എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ എന്നുള്ളൊരു തോട്ടൊക്കെ വരും മാരേജിൽ. അത് കയ്യിൽ പൈസ വരുമ്പോഴും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻസും പ്രോപ്പർട്ടിയൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല മെത്തേഡ്, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഡൗറിയും കാര്യങ്ങളും മേടിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് പാടത്തില്ല. പിന്നെയുള്ളത്, ഇപ്പോൾ ഭാര്യയ്ക്ക് അതായത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പെണ്ണിന് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഭർത്താവിനല്ല കൊടുക്കേണ്ടത്. അതായത് പെണ്ണിൻ്റെ അപ്പൻ അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ പെണ്ണിൻ്റെ ഒരു മോൾക്ക്, അതായത് സ്വന്തമായിട്ട് അവൾക്ക് തന്നെ വീടോ അല്ലെങ്കിൽ അവളുടെ പേരിൽ അവൾക്ക് ഗോൾഡോ അവളുടെ കയ്യിലായിരിക്കണം അത് മുഴുവൻ. അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്നത് മുഴുവൻ പെണ്ണിൻ്റെ പേരിലായിരിക്കണം. അവൾക്കൊരു സെൽഫ് റെസ്പെക്റ്റോട് കൂടി ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസിലേക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതൊരിക്കലും ഭർത്താവിന് കൊടുക്കേണ്ട ഒരു മുതലല്ല. ഭർത്താവായാലും അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളും അവൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വെച്ച് അവൻ്റെ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഭാര്യയ്ക്കൊന്നും കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല. അത് വളരെയധികം പ്രശ്നങ്ങൾ കോടതികൾ മുഴുവൻ കാണുന്നതാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തല്ല, അത് തന്നു ഇത് തന്നില്ല അത് തന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ബഹളങ്ങളും സെറ്റിൽമെൻറ്റുകളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പല കോടതികളിലും ഇഷ്ടംപോലെ കാണുന്നതാണ്. അപ്പോൾ ഈ പരിപാടി ഫൈനാൻഷ്യലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ, പിന്നെ ഇതെങ്ങനെയാണ് മാരേജ് എക്സിസ്റ്റ് ചെയ്യാൻ ചോദിക്കും. ഞാനൊരു മോഡൽ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉള്ള ഒരു ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലാറ്റിൽ ഭാര്യയും ഭർത്താവും തൊട്ട് മുമ്പിലുള്ള 2 ഫ്ലാറ്റുകളായിട്ടോ തൊട്ടടുത്തുള്ള 2 ഫ്ലാറ്റുകളായിട്ടോ മേടിക്കുക. അതായത് ഫൈനാൻഷ്യലി ഫിറ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ കാര്യം ഞാനീ പറയുന്നത്. കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ്. അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഭർത്താക്കന്മാർക്ക് ഈ ഫ്രീഡം വേണം. എപ്പോഴും നമ്മളെപ്പോഴും വൺ സൈഡഡ് ആയി പോകണം. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഫ്രീഡം വേണം, ഭാര്യയുടെ ഫ്രീഡത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫ്രീഡത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളൊരു, രണ്ടുപേർക്കും രണ്ടേതായ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ മുമ്പിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് അടുത്തടുത്തുള്ള 2 വില്ലകളോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ വില്ലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറേ വില്ലകളുള്ളൊരു ടൗൺഷിപ്പൊക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു സെറ്റപ്പൊക്കെ. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 2 വീടുകൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 2 ഫ്ലാറ്റുകൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ പ്രൈവസി കിട്ടും. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ അവൾക്കൊരു വീടോ ഫ്ലാറ്റോ മേടിച്ച് കൊടുക്കുക. അത് ഡൗറി ആയിട്ടല്ല, അവളുടെ പേരിൽ കൊടുക്കുക, അവൾക്ക് ജീവിക്കാനുള്ള മാന്യമായിട്ടുള്ളൊരു സെറ്റപ്പ്. ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് അവനും അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് മേടിക്കുക. അപ്പോൾ രണ്ടുപേരും, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ പോസിറ്റീവായിട്ടുള്ള നിമിഷങ്ങൾ ഷെയർ ചെയ്യാം. കാരണം ഇപ്പോഴത്തെ ജനറേഷന് ആരുടെയും നെഗറ്റീവോ ആരുടെയും ബാധ്യതകളോ ആരുടെയും ഒരു പണിയെടുക്കാനോ ഒന്നിനും ആർക്കും താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഭാര്യയുടെ വീട്ടിൽ അവൾക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് ചിലവർക്ക് രണ്ടുപേർക്കും പ്രയോറിറ്റികൾ വ്യത്യാസം വരാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ രണ്ടുപേരും കരിയറിൽ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല, അവരുടെ സമയം കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല. രണ്ടുപേർക്കും എല്ലാത്തിനും ഫ്രൂട്ട്സ് മാത്രം വേണം, അതായത് സഫറിങ്സ് ഒന്നും പറ്റത്തില്ല. അങ്ങനത്തെയാണ് ജനറേഷൻ. അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല വീട്ടുകാർ. അപ്പോൾ എല്ലാവരുടെ ബാഗേജസ് അവരാർ തന്നെ കീപ്പ് ചെയ്യുക. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റ്സുകൾ മാത്രം ഷെയർ ചെയ്യുന്നൊരു വേദിയായിട്ട് മാരേജിനെ മാറ്റുക. എന്നാൽ മാത്രമേ ഇതിനിങ്ങനെ എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഭാര്യയുടെ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും, എന്നാൽ തൊട്ടടുത്ത് തന്നെയാണ് രണ്ടുപേരും തൊട്ട് അടുത്തുള്ള 2 ഫ്ലാറ്റുകളായിട്ട് വാതിൽ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഇഷ്ടത്തിന് ചിലർക്ക് വീട് ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരുണ്ടാവും, ചിലർക്ക് എന്താ പറയുന്ന ഫാന് ഇടുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് ഒരു കട്ടിലിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, വിശാലമായിട്ട് കിടന്നുറങ്ങണം, അത് ഡിസ്റ്റർബൻസ് കൂർക്കം വലി പറ്റത്തില്ല, ഒരു ബാത്റൂം ഷെയർ ചെയ്യുന്നത് സ്മെല്ല് താല്പര്യമില്ല, ഒരാൾ ഉപയോഗിക്കുന്ന ബാത്റൂം മറ്റൊരാൾക്ക് ക്ലീൻ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല കൺസേൺസാണ് എല്ലാവർക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ടി വി ആണെന്നുണ്ടെങ്കിൽ ഒരേ പ്രോഗ്രാംസുകൾ രണ്ടുപേർക്ക് ഇരുന്ന് കാണുന്നതിന് താല്പര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് പ്രയോറിറ്റികളാണ്. ഇതിലെവിടെയെങ്കിലും നമ്മൾ ഒരാൾ ഡൊമിനേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ എന്തിനാണ് അവനെ സഹിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിൽ തന്നെ ജീവിക്കുക, രണ്ട് ഫ്ലാറ്റിൽ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവരവരുടെ പ്രൈവസി ടൈമിൽ അവരവരുടെ രീതിയിൽ ജീവിക്കുക. എന്നിട്ട് ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും അഗ്രി ചെയ്തിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും സ്വന്തമായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം വരികയാണ്. അതായത് ഇപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സ്വന്തമായി വീട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ അതിനുള്ള ആൾ വെക്കുക. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ജോലി ചെയ്യേണ്ട കാശുണ്ട്. അപ്പോൾ കുക്കിനെ വെക്കുകയും മെയിൻറ്റിനെ വെക്കുകയും സെർവൻറ്റിനെ വെക്കുക. അത് ഭാര്യയുടെ കാര്യങ്ങൾ ഭാര്യ നോക്കുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭർത്താവ് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിപ്പെൻഡൻസിയുടെ ആവശ്യമില്ല. അപ്പോൾ അവരവരുടെ ഇൻഡിപെൻഡൻസ് അനുസരിച്ച് രണ്ട് വീടുകളും മെയിൻറ്റെയിൻ ചെയ്യുക. ടേസ്റ്റുകൾ, താല്പര്യങ്ങൾ, ചിലർക്ക് ചെടി ഇഷ്ടമാണ്, ചിലർക്ക് പട്ടീനെയും പൂച്ചേനെയും ഇഷ്ടമാണ്, ചിലർക്ക് അത് ഇഷ്ടമല്ല, അലർജി ഇഷ്യൂസ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കൺസേൺസ് ഇപ്പോഴത്തെ ലൈഫിൽ ആർക്കും കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല, ആരുടെ ഇഷ്ടങ്ങളും. അപ്പോൾ ഈ ഒരു മോഡലാണ് ഇനി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇത് റിലേഷൻഷിപ്പ് വർക്ക് ആവണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാലും രണ്ടുപേർക്കും ഒരു ബാധ്യത വരുന്നില്ല. അതായത് അത്രയും കാലം രണ്ടുപേരുടെ ചിലവുകളും അവരാരും തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ട് തമ്മിൽ ഗിഫ്റ്റുകൾ ഷെയറിങ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടും ഇല്ല. അപ്പോൾ പിന്നെ രണ്ടുപേർക്കും ഫൈനാൻഷ്യലി പ്രത്യേകിച്ച് ലോസ് ഒന്നുമില്ല. എന്നാൽ റിലേഷൻഷിപ്പിൻ്റെ ഫീലിംഗ് കിട്ടും ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള സമയങ്ങൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരാളൊരു കറി ഉണ്ടാക്കുന്നു, വേറൊരാൾ ഭാര്യയുടെ വീട്ടിലൊരു കറി ഉണ്ടാക്കുന്നു, ഭർത്താവിൻ്റെ വീട്ടിൽ വേറൊരു കറി ഉണ്ടാക്കുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ രണ്ടുപേർക്ക് രണ്ട് കറി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവരെ ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും ടോളറൻസ് വരും. അല്ലെങ്കിൽ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കുറച്ചും കൂടി ബെറ്റർ ആവും എന്നുള്ള തോട്ട് അങ്ങനെ വരുന്നത്. കാരണം രണ്ടുപേരും സ്വന്തമായിട്ട് കാര്യങ്ങൾ എക്സ്പെൻസുകൾ ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും തോന്നും കുറച്ചും കൂടി ഷെയർ ചെയ്ത് ജീവിച്ച് തുടങ്ങാം. പക്ഷേ ഈ സെപ്പറേഷനിൽ നിന്നിട്ട് തന്നെ ഷെയർ ചെയ്ത് ജീവിച്ച് പഠിക്കണം. അതല്ലാണ്ട് ഒരാൾ സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അതിന് എക്സിസ്റ്റൻസ് ഇല്ല. അതിനർത്ഥം ഫ്ലാറ്റ് മേടിച്ചിട്ടിട്ട് തോന്നിവാസം മുഴുവൻ കാണിക്കാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഫാമിലിയുടെ മൂല്യങ്ങൾ കീപ്പ് ചെയ്ത് ഭർത്താവും ഭാര്യയും എന്നുള്ള കൺസെപ്റ്റ് അത് കീപ്പ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. അതല്ലാണ്ട് വേറെ പലരും ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തി അവർക്ക് തോന്നിവാസത്തിന് ജീവിക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മാരേജ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇതിനെങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്, രണ്ടുപേരുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ. അപ്പോൾ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഭർത്താവ് കോംപ്രമൈസ്ഡ് ആവും, അല്ലെങ്കിൽ ഭാര്യ കോംപ്രമൈസ്ഡ് ആവുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും, പൊട്ടിത്തെറിക്കും. അവസാനം സെപ്പറേഷൻ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുട്ടികളുടെ കാര്യം വരുമ്പോഴും കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഇൻ ദ സെൻസ്, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തല്ലുകൂടി ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിനേക്കാളും നല്ലത് രണ്ട് വീട്ടിൽ തൊട്ടടുത്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് രണ്ട് വീട്ടിലും എന്താ പറയുന്നത് പോകാനും രണ്ട് വീട്ടിലെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ രണ്ടുപേരുടെ പ്രസൻസ് രണ്ടുപേർക്ക് കിട്ടും ചെയ്യും, രണ്ടുപേരുടെ സ്നേഹം കിട്ടും ചെയ്യും. അപ്പോൾ അത് തെറ്റൊന്നുമില്ല. കാരണം പിള്ളേർക്ക് ഇത് രണ്ടൊരു വീട് പോലെ തോന്നുള്ളൂ തൊട്ടടുത്ത് തന്നെയാവുമ്പോൾ. അപ്പോൾ അത് എപ്പോഴും പിള്ളേർക്കൊരു പോസിറ്റീവായിരിക്കും. പിന്നെ ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഭാര്യയുടെ വീട്ടിൽ പോയിരിക്കാം, ഭർത്താവിന് ദേഷ്യം വരുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിരിക്കാം. ഇപ്പോൾ ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഭർത്താവിന് പറയാം, നീ നിൻ്റെ വീട്ടിൽ പോയിരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു ലയബിലിറ്റീസോ അങ്ങനത്തെ ഒരു വർത്തമാനത്തിനുള്ളൊരു ചാൻസ് പോലും ഇല്ല. കാരണം രണ്ടുപേരും രണ്ട് രീതിയിലാണ് സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇഷ്യൂ വരുന്നില്ല. പിള്ളേരുടെ കാര്യത്തിൽ എക്സ്പെൻസുകൾ രണ്ടുപേരും കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുക, അത് ഈക്വലി തന്നെ മീറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യലി കൂടുതൽ ഏൺ ചെയ്യുന്നവർ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കുക, അങ്ങനെ വാട്ടെവർ ഇറ്റ് ഈസ്. അത് ഭാര്യയാവും ഭർത്താവാം. അതല്ലാണ്ട് ഒരാൾക്ക് മാത്രം എപ്പോഴും അതൊരു ഒരു ബാധ്യത പോലെ വരേണ്ട കാര്യമില്ല. അതായത് രണ്ടുപേർക്കും ഈക്വലാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ സംസാരിക്കുന്നത്. കാരണം ഇക്വാലിറ്റി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഭാര്യയായാലും ഭർത്താവായാലും ഇപ്പോഴത്തെ കാലത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭർത്താവിന് ഒരു പ്രിഫറൻസ് ഭാര്യയ്ക്കൊരു പ്രിഫറൻസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിലൊന്നും. കാരണം എല്ലാവർക്കും എല്ലാതും ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. എല്ലാവർക്കും ടോളറൻസും ക്ഷമയും പേഷ്യൻസും ഒക്കെയാണ് കുറവുള്ളൂ. അപ്പോൾ കാശിന് ആർക്കും കുറവ് കാണുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു മോഡലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നത്തെ ഒരു പ്രശ്നമാണ് അമ്മായിമ്മയുടെ ഉപദ്രവം, അല്ലെങ്കിൽ അമ്മായിപ്പൻ അത് പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ
ഒരു വേറൊരു കാര്യം, ഇപ്പം പെണ്ണിൻ്റെ വീട്ടുകാർ വരാണെന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ പെണ്ണിൻ്റെ അവളുടെ അപ്പനമ്മയുടെ കാര്യങ്ങളോ അവളുടെ വീട്ടുകാരുടെ കാര്യങ്ങളോ അവിടെ നിൽക്കുന്നവർ അവൾ മാനേജ് ചെയ്യണം. അതിന് ഭർത്താവിന് പിന്നെ അതിൽ റോള് വരുന്നില്ല. കാരണം ഭാര്യയുടെ വീട്ടുകാരും എല്ലാവരും ഭാര്യയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാര്യയുടെ വീട്ടുകാരെ ഭാര്യയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സെയിം ഭർത്താവിൻ്റെ വീട്ടുകാർ ഓരോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുക. എന്നിട്ട് ഒരുമിച്ചുള്ള കോമൺ ടൈമിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ച് പുറത്ത് പോവാം, തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതേപോലെ രണ്ടുപേർ. അപ്പോൾ ഭാര്യയും അമ്മായിയമ്മയും ഭർത്താവും അമ്മായിയപ്പനോ അങ്ങനത്തെ ഒരു റിലേറ്റീവ്സ് തമ്മിലോ അല്ലെങ്കിൽ ഒരു പാരൻസുകൾ തമ്മിലോ ഒരു ക്ലാഷ് വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു മോഡലാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെപ്പറേഷനിലേക്ക് പോയാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ദൂരി പോകാനും പറ്റും. എന്നാൽ പിള്ളേർക്കെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും ചെയ്യും. അതല്ലാണ്ട് ആരെയും സഹിക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വയ്ക്കുക, പാഷൻ മാറ്റി വയ്ക്കുക, കരിയർ മാറ്റി വെച്ച് പിള്ളേർക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ വേറൊരു ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ പിള്ളേരെ വളർത്തിയത് കഷ്ടപ്പെട്ടാണ്, അധ്വാനിച്ചാണ്, അല്ലെങ്കിൽ വളരെയധികം ത്യാഗം സഹിച്ചിട്ടാണ്. പക്ഷെ അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, പിള്ളേർക്ക് വേണ്ടി അവരുടെ ചെറുപ്രായത്തിൽ അവരെ ശുശ്രൂഷിക്കുക, അവരെ വളർത്തിക്കൊണ്ടുവരിക, അവരെ ചിരി കാണുക, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പിള്ളേരെക്കാളധികം ആവശ്യം അത് അപ്പനും അമ്മയ്ക്കാണ്. കാരണം ആ പ്രായത്തിൽ ആ പിള്ളേർക്ക് അത് ചെയ്തു കൊടുക്കുന്നതിലൂടെയാണ് പാരൻസായ, അതായത് അപ്പനും അമ്മയും ആയിട്ടുള്ള കൊച്ചിൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫാദർഹുഡും മദർഹുഡും ഫുൾഫില്ലാകുന്നത് അങ്ങനെയാണ്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ വീണ്ടും വീക്കാവുക ചെയ്യുക. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ത്യാഗമാണെന്ന് പറയുന്ന കുറേ പാരൻസ് ഉണ്ട്. അതൊക്കെ ഒരുവിധം തെറ്റാണ്. അത് പിള്ളേരെക്കാളധികം ആവശ്യം നിങ്ങൾക്കാണ് പിള്ളേരെ ശുശ്രൂഷിക്കേണ്ടത്. കാരണം അത് നിങ്ങളുടെ മെൻ്റൽ ഇമോഷണൽ മെച്യൂരിറ്റിക്കും ഫുൾഫിൽമെൻറ്റിനും വളരെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. ഈസി കമ്മ്യൂണിക്കേഷൻ രണ്ടുപേർ തമ്മിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിങ്ക് ആൻഡ് വൈബായിട്ട് കാര്യങ്ങൾ മുമ്പിലേക്ക് പോകും. അപ്പോൾ ഇതാണ് എനിക്കൊരു ജനറേഷനോട് പറയാനുള്ളത്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ടാണ്. കാരണം ഒരു ദിവസം പെട്ടെന്ന് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ട് പോകുന്ന ഒരു ജനറേഷനാണ്. പിന്നെ എല്ലാം അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പലരും മാരേജിലേക്ക് വരുന്നത്. അതൊരു എസ്കേപ്പിംഗ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ കെട്ടി വയ്ക്കുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ സ്വന്തമായിട്ട് ഇഷ്ടമില്ലാത്തൊരു മാരേജിന് കല്യാണം കഴിക്കാണ്ടിരിക്കുക, ഒരാരും വീട്ടുകാരും ഫോഴ്സ് ചെയ്തിട്ട് ആരും കല്യാണം കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞ് ഷെയർ ചെയ്ത് ജീവിക്കാൻ പറ്റണം. അതല്ലെങ്കിൽ ഓപ്പൺ ഡിസ്കഷൻ കമ്മ്യൂണിക്കേഷൻ എവിടെ ഫെയിലാകുന്നോ അവിടെ തൊട്ട് ഗ്യാപ്പ് വരും. അത് ഗ്യാപ്പ് ഇല്ലാണ്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എത്ര വഴക്കുണ്ടെങ്കിലും. അപ്പോൾ ഈ വഴക്കിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക, ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു. കാരണം മാരേജിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതിപ്പോൾ മെയിൽ മാരേജുകൾ തന്നെ ക്വസ്റ്റ്യനാണിപ്പോൾ. അപ്പോൾ ഇതിൽ എല്ലാവരുടേതായ ഇൻഡിപെൻഡൻസ് ഉണ്ട്, എല്ലാവർക്കും അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏത് കോമ്പിനേഷൻ ആയാലും ഇൻഡിവിജ്വൽസിൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് ഇപ്പോൾ പ്രയോറിറ്റി. അതിപ്പോൾ ഏത് തരം മാരേജ് ആയാലും, എന്താ പറയുന്നത്, മാൻ ടു മാൻ ആയാലും വുമൻ ടു വുമൻ ആയാലും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയാൽ പോലും ഇൻഡിവിജ്വാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഒരു ഫെയിലിയറിലേക്ക് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ്.